സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക. കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറങ്ങി. അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത്. അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരു പടക്കം പോലും പൊട്ടിയില്ല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി. രണ്ടാമത് ഉള്ളൊരു പ്രധാന കാര്യം, ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട. അങ്ങനെ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു സംശയം, ഒറ്റക്കെട്ടല്ലേ. അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കാം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കും, അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ് ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും നല്ല മിടുക്കന്മാരാണ്. പ്രത്യേകിച്ച് വിഷ്ണുനാഥ് തെലങ്കാന തെരഞ്ഞെടുപ്പിൽ ഞാൻ അവിടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് ആ സംസ്ഥാനത്ത് വർക്ക് ചെയ്തു. അതിലൊക്കെ അദ്ദേഹം കർണാടകത്തിൽ പ്രവർത്തിച്ചു. പിന്നെ അനിൽകുമാർ ഒരു കാലത്ത് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരുന്ന ഒരാളാണ്. ഏതായാലും ഏതായാലും പല എത്തേണ്ട സ്ഥാനത്തൊക്കെ എത്തിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഷാഫിയുടെ മെച്ചം എന്ന് വടകരയിൽ കാലുകുത്തിയോ അതോടെ ഷാഫിയുടെ ഇത് ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എൻ്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപൻ്റെ ഗ്രാഫും. പക്ഷെ കൊടിക്കുന്നിൽ നിന്നൊന്നും ഒരു നഷ്ടമില്ല കേട്ടോ. MP എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിൻ്റെ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു. ഇപ്പോഴത്തെ ഒരവസ്ഥ, എൻ്റെയൊക്കെ ഒരവസ്ഥ എന്താ പറഞ്ഞാൽ പെൻഷൻ കാശിൽ നിന്ന് എടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം, സർക്കാരിന് ടിക്കറ്റ് ഉണ്ട്. അതൊരു ഭാഗ്യം തന്നെയാണ്.